ഒരുവിധമൊക്കെ ആരോഗ്യ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലായിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ. യോഗ, എക്സർസൈസ്, നടക്കുക ഒക്കെ ചെയ്യുമായിരുന്നു. അതിനുശേഷം ഒരു ആക്സിഡൻറ്റ് വന്നു. എൻ്റെ നട്ടെല്ലിൽ L4, L5, L5S1 3 ഡിസ്ക് ഡിസ്ലൊക്കേഷനായി. ട്രീറ്റ്മെൻറ്റൊക്കെ കുറേ നടന്നു. ആയുർവേദം, അലോപ്പതി ഒക്കെ അങ്ങനെ പോയി. ലാസ്റ്റിൽ സ്പൈൻ തെറാപ്പിയിൽ തമിഴ്നാട്ടിൽ ഒരു ട്രീറ്റ്മെൻറ്റിലാണ് ഒരുവിധം അങ്ങനെ പോയത്. അത് കഴിഞ്ഞ് 2 വർഷം മുന്നേ ബാംഗ്ലൂർ വെച്ചിട്ട് മറിഞ്ഞ് വീണിട്ട് വലത് കാലിൻ്റെ ചിരട്ട 3ആയിട്ട് പൊട്ടി ഇപ്പോഴും കമ്പിയിട്ടിരിക്കുകയാണ്. അപ്പോഴും വീട്ടുകാർ ഉൾപ്പെടെ എല്ലാവരും പറയും അധികം അങ്ങനെ ശ്രദ്ധിക്കണം, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, നടക്കണ്ട, കൂടുതൽ അങ്ങനെ ചെയ്യണ്ട. അപ്പോൾ ഞാനും കുറേ അങ്ങ് പേടിയായിപ്പോയി. നടക്കുമ്പോൾ കാല് മടങ്ങിപ്പോവുക. അപ്പോൾ കുറേ ശ്രദ്ധിച്ചുള്ള നടത്തിയും കാര്യങ്ങളും ഒക്കെ ആയി പിന്നീട്. അപ്പോൾ ഈയിടെയായിട്ട് പെൻഷൻ ആയതിനു ശേഷം ഒരു വിഷമം, ഹെൽത്തൊന്നും അങ്ങനെ നോക്കാൻ പറ്റുന്നില്ല, ഒരുപാട് നടക്കാൻ പറ്റുന്നില്ല, എക്സർസൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനിടയിൽ യൂട്രസിൻ്റെ സർജറി കഴിഞ്ഞു, അപ്പൻഡിസൈറ്റിസിൻ്റെ സർജറി കഴിഞ്ഞു, കുറേ വീഴ്ചകൾ വീണ്ടും ആയി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ഞാനിത് പറയുന്നത് വേറൊന്നിനുമല്ല, ഇത് കണ്ടിട്ട് ഇത് കാണുന്ന ആൾക്കാർക്ക് ഒരു പ്രചോദനമാകട്ടെ എന്ന് വിചാരിച്ചാണ്. കാരണം ഇപ്പോഴും ACDയും സോൾ സ്കൂളും എന്ന് പറഞ്ഞ 2 പ്ലാറ്റ്ഫോമിൽ ഞാൻ ഓൺലൈനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും ഈ ജൂലൈ മാസത്തിൽ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ 10,000 സ്റ്റെപ്സ്, അതായത് 7.5 കിലോമീറ്റേഴ്സൊക്കെ വരും ഏകദേശം. അത്രയും നടക്കാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം ജൂലൈ 1 എനിക്ക് ആശങ്കയായിരുന്നു, ഇത് എനിക്ക് പറ്റത്തില്ല. അപ്പം 1000 നടന്നു, 1200 നടന്നു. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് 10,000 ക്രോസ് ചെയ്യാനായിട്ട് പറ്റി. നല്ല പെയിനായിരുന്നു ആദ്യം, ഇപ്പോഴും വേദനകളുണ്ട്, പക്ഷേ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ഞാൻ യൂസ്ഡായി. അപ്പോഴിനിയിപ്പം ഒരു എക്സർസൈസ് പ്രോഗ്രാം ഓഗസ്റ്റ് മാസത്തിലുണ്ട്. 365 ഡേയ്സ് ഒരു ചലഞ്ചുണ്ട്. അതൊക്കെ എനിക്കിപ്പം ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരുവിധമൊക്കെ. നാളത്തെ കാര്യം എനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ പറയുന്നത്, ഇപ്പം യൂട്രസ് എടുത്തു, ഇങ്ങനെ ആക്സിഡൻ്റ് ആയി കമ്പി ഇട്ടിരിക്കുന്നവരാണ്, എന്നെപ്പോലൊരു അനുഭവം ഉണ്ടാവരുത്. കാരണം റൈറ്റ് സൈഡിലാണ് എനിക്ക് പ്രശ്നം വന്നതെങ്കിലും ലെഫ്റ്റ് സൈഡ് വളരെ വീക്കായിപ്പോയി, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഇപ്പോഴും ഞാൻ എക്സർസൈസുകളൊക്കെ ചെയ്യുമ്പോഴത്തേന് ഇടതുവശമാണ് എനിക്ക് പറ്റാതെ വരുന്നത്, അവിടെ പ്രശ്നം ഇല്ലാത്ത വശമാണ്. അതായത് വലത് കാലിൻ്റെ പ്രശ്നത്തിന് കൂടുതൽ നമ്മൾ സപ്പോർട്ട് ഇടതുവശം കൊടുക്കുന്നത് കൊണ്ടാകാം കാല് മടങ്ങാതെയൊക്കെ. ഇപ്പം ഞാൻ ജൂലൈ 1 തൊട്ട് എക്സർസൈസൊക്കെ ചെയ്യാൻ തുടങ്ങി, നടക്കാൻ തുടങ്ങി. അപ്പോഴും ഞാൻ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, നമ്മൾ അനങ്ങാതെ ഇരുന്നാൽ അവിടെ നമ്മൾ വീണ്ടും അത് സ്റ്റിഫായി പോവുകയുള്ളൂ. ഇരുന്നുകൊണ്ടായാലും അധികം ശരീരത്തിന് പ്രശ്നങ്ങൾ കൊടുക്കാതെ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും ചെറിയ ചെറിയ എക്സർസൈസുകൾ ചെയ്യാം. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യാത്ത ഒരു കാര്യം ഞാൻ വീഡിയോ ഇടത്തില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പം ഞാൻ ഇപ്പം ചെയ്തു തുടങ്ങി, ജൂലൈ 1 തൊട്ട് ചെയ്തു തുടങ്ങിയത് കൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഒരുവിധം അഡ്ജസ്റ്റായി പോകുന്നുണ്ട്. ഇടയ്ക്ക് വലിയ വേദനകളിലൊക്കെ മാറി, ഇടയ്ക്ക് ചെറിയ വേദനകളേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് ഓക്കെ ആയിട്ട് വരുന്നു. അപ്പോൾ എല്ലാ പേരും നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും വളരെ അത്യാവശ്യമായിട്ടുള്ളത്. വെൻ വെൽത്ത് ഈസ് ലോസ്റ്റ് നത്തിങ് ഈസ് ലോസ്റ്റ്, വെൻ ഹെൽത്ത് ഈസ് ലോസ്റ്റ് സംതിങ് ഈസ് ലോസ്റ്റ്. അതാണ്, വെൽത്തിനേക്കാൾ പ്രാധാന്യം ഹെൽത്താണ്. അപ്പോൾ എല്ലാവരും ആരോഗ്യം ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.